സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ ഗൈസ് നമ്മളിതേ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സീരീസ് തുടങ്ങുകയാണ്, ലെറ്റ്സ് പ്ലേ സീരീസ് തുടങ്ങുകയാണ്. സോ ഗൈസ് നമുക്ക് എന്തായാലും നമ്മളെ ഫസ്റ്റ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഇത് നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ്. സോ നിങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ വീഡിയോസൊക്കെ ഇറക്കുന്നതാണ്. സോ ഗൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ വേൾഡ് ജോയിൻ ആയിട്ടുണ്ട്. സോ ഗൈസ് നമുക്ക് ഫസ്റ്റ് ഇത് മരം വെട്ടേണ്ടി വരും. നമ്മൾ ഈ സ്കിന്ന് കണ്ടിട്ട് നിങ്ങൾ ഭയങ്കര ഷോക്കായിട്ട് കാണുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ആ സ്കിന്ന് മാറ്റും കേട്ടോ. ജസ്റ്റ് നമുക്ക് മരം വെട്ടാം. ഇത് ഒരു ലോഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. സോ നമ്മളിത് മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോണിൻ്റെ ടൂൾസ് ഉണ്ടാക്കണം. ഫസ്റ്റ് നമുക്കിത് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. പിന്നെ ജാവ സർവൈവൽ ആദ്യമായിട്ടാണ് കളിക്കുന്നത്. ഞാൻ ബെഡ് റോക്കാണ് ഇത്രയും കാലം കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെതായിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. സോ ഓക്കെ, നമുക്കിനി സ്റ്റോൺ മൈൻ ചെയ്യാം. സോ നമ്മളിത് പിക്കാക്സ്, ഇനി നമുക്കൊരു സോഡ് ഉണ്ടാക്കേണ്ടി വരും. ഒരു സോഡും നമ്മൾ സ്റ്റോണിൻ്റെ ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഗെറ്റിംഗ് ആൻ അപ്ഗ്രേഡ്. പിന്നെ നമുക്കൊരു ആക്സും കൂടി ഉണ്ടാക്കിയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോണിൻ്റെ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അയണിലോട്ട് ആക്കാം. ഫസ്റ്റ് നമുക്ക് ഇനി ഒരു വില്ലേജ് കണ്ടെത്തുന്നത്. അതിന് മുന്നേയായിട്ട് നമുക്ക് അയൺ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് നൈറ്റ് വിഷൻ ഇടണം. സോ നമുക്ക് നൈറ്റ് വിഷൻ്റെ പാക്കാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, അപ്പോൾ അതൊന്നും ഇട്ടേക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, വർക്കാണോ നോക്കട്ടെ. ഞാൻ നമുക്ക് വില്ലേജ് കണ്ടെത്തണം. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വില്ലേജ് കണ്ടെത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ വില്ലേജ് കണ്ടെത്തുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വലിയൊരു കേവ് കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു സ്കെൽറ്റൻ ഉണ്ട്, അതിനെക്കൊണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. കാരണം നമ്മളതിൽ ഫുഡും ഇല്ല, ഷീൽഡോ ഒന്നുമില്ല. അതിനെക്കൊണ്ട് നൈറ്റ് വിഷൻ ഉണ്ട്, അതിനെക്കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഷീൽഡൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് പണിയാവും, പെട്ടെന്ന് ഡെഡാവും. പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. പെട്ടെന്ന് കിടക്കാം. നമ്മൾ ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വരുന്ന വഴിയിൽ തന്നെ നമുക്ക് ഫസ്റ്റത്തെ രാത്രി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെന്തായാലും. സോ നമ്മൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു അയൺ നമ്മൾ കണ്ട്, അപ്പോൾ നമുക്ക് അത് പെട്ടെന്ന് എടുത്തേക്കാം. പിന്നെ നമ്മളെ സ്റ്റോണിൻ്റെ ആക്സ് കാര്യങ്ങളൊക്കെ പോയി, കാരണം നമ്മൾ ഒരു പ്രാവശ്യം ചത്ത്. സോ നമ്മളത് കാണിച്ചിട്ടില്ല. സോ നമുക്ക് പിന്നെ ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. എന്നിട്ട് ഇതേ അവിടെ കാണുന്ന അയണ് നമുക്ക് എടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം, കാരണം ഷീൽഡ് നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ തുടക്കത്തിലൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും, കാരണം സ്കെൽറ്റൻ്റെ കയ്യിൽ നിന്നൊക്കെ അടികൊള്ളാതൊക്കെ വേണ്ടിയിട്ട്. 3 അയൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അവിടെ കണ്ട അതും കൂടി എടുക്കാണ്ട് അവിടോട്ട് എങ്ങനെ എത്തുക? നമുക്ക് മോളൊന്ന് വിളിക്കണോ അതോ? അതെ, ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്. ഇവിടുത്തെ അയണും കൂടി എടുത്തേക്കാം. ഓക്കെ, ഇവിടുത്തെ അയണും കൂടി എടുത്താൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ടോട്ടൽ 4 ഇനി ഇതും കൂടി എടുത്തേക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ആ മുകളിലുള്ള അയണും കൂടി നമുക്ക് എടുത്തേക്കാം പെട്ടെന്ന്. നമ്മൾ സ്പീഡാക്കിയിട്ട് കാണിക്കുകയാണ്, കാരണം ഇതൊക്കെ ജസ്റ്റ് നോർമലായിട്ടുള്ള കാര്യങ്ങളല്ലേ. ഇതൊക്കെ പെട്ടെന്ന് കാണിച്ചിട്ട് നമുക്ക് വില്ലേജ് കണ്ടെത്തണം. വില്ലേജ് കണ്ടെത്തിയിട്ട് നമ്മൾ ചെയ്യുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ. നമുക്കിത് വില്ലേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് അധികം ദൂരമൊന്നും ഇല്ലായിരുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ നമുക്ക് വില്ലേജ് കിട്ടി. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു കേവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം. എന്നാലും നമുക്ക് ഇവിടെ മറ്റേ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് സ്മിത്തിന്റെ വീട് പോയാലും നമുക്ക് എന്തെങ്കിലും കാര്യം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇവിടുത്തെ ഈ കല്ല് പൊട്ടിച്ചിട്ട് ഉള്ളിൽ കയറാം. ഇതേ ഇവിടെ ഈ ചെസ്റ്റിൽ എന്താ ഉള്ളത്? ഓക്കെ, അയൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ചെസ്റ്റ് എന്തുകൊണ്ടാണ് അങ്ങനെ ഉള്ളതെന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ അപ്ഡേറ്റിലാണ് നമ്മൾ ഈ കളിക്കുന്നത്. സോ ക്രിസ്മസിന്റെ 2 ദിവസം, ക്രിസ്മസിന്റെ തലേന്നും അത് കഴിഞ്ഞിട്ടുള്ള ദിവസവും നമ്മളെ ചെസ്റ്റൊക്കെ ഇതുപോലെ ഉണ്ടാവും. നമ്മൾ മൈൻക്രാഫ്റ്റിൽ ജാവയിൽ മാത്രം.
ബെഡ് റോക്കിൽ അങ്ങനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അതാണ് സംഭവം. നമുക്ക് അയൺ അവിടെ സ്മെൽറ്റ് ചെയ്യണം, ഷീൽഡ് കാര്യങ്ങളും ഉണ്ടാക്കാം. നമുക്ക് ലെഗിൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ക്രീപ്പർ ഉണ്ട് കേട്ടോ, ക്രീപ്പർ ഉണ്ട്. നമുക്ക് മാറിക്കാം, നമുക്ക് ഈ ഒരു സാധനം ഇട്ടേക്കാം. ക്രീപ്പർ ബാക്കിൽ തന്നെ വരുന്നുണ്ട്. ഓ, നമ്മളിത് ഇവിടെ ഒരു കേവ് കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. വലിയൊരു കേവാണ്. ഇവിടെ അയൺ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കണം ഗൈസ്. നമുക്ക് ഇവിടെ വിട്ട് ചാടി നോക്കി ഇരുന്ന് നോക്കി നോക്കാം ഗൈസ്. നമുക്ക് ചാടി നോക്കാം, ഡെഡ് ആവൂ. നമ്മളതിൽ സ്റ്റോൺ ഉണ്ട്, നോക്കി നോക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഷീൽഡ് ഉണ്ടാക്കാം, അതായിരിക്കും നല്ലത്. ഷീൽഡ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമുക്ക് ചാടാം, അതായിരിക്കും നല്ലത്. പിന്നെ നമ്മളെ അടുത്ത് ഫുഡും ഇല്ല അധികം. നമുക്ക് ഇവിടെ ഹേബേല് കണ്ടിരുന്നല്ലോ, അത് എവിടെ ഉണ്ട്, ഹേബേൽ ഇത് എവിടെ ഉണ്ട്, എടുത്തേക്കാം ഫസ്റ്റ്. ഇതൊന്ന് കുറച്ച് ഹേബേൽ എടുത്തിട്ട് നമുക്ക് ക്ലച്ചിനെ ഉപയോഗിക്കാം. കാരണം നമുക്ക് നമ്മളിൽ ഇപ്പോൾ വാട്ടർ ബക്കറ്റ് ഒന്നും ഇല്ല. സോ നമുക്ക് അതിന് ക്ലച്ച് ചെയ്യാനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഹൈറ്റ് എന്നൊക്കെ ചാടുമ്പോൾ നമുക്ക് ഇത് ഉപകാരപ്പെടും നമുക്ക് വിചാരിക്കും. അതായത് നമുക്ക് 2 സ്റ്റാക്കോളം ഇത് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഫുള്ള് ഇതാക്കുന്നില്ല, ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ബ്രെഡ് ആക്കാം. ഇത് ബ്രെഡ് ആക്കാൻ തമിഴ്ട്ടി 17 പിന്നെ ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ ഇത്ര ബ്രെഡ് ആയിരുന്നു, 30 എത്ര ആയില്ലേ, ഇത്രയും ബ്രെഡ് ഉണ്ട്. നമുക്കിത് മുറിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്, ആ കേവിലോട്ട് പോവാം. ചാവാഞ്ഞാ മതി, അത്രേ ഉള്ളൂ. നമ്മളിവിടെ ബെഡ് റീസ്പോൺ ആക്കിയിട്ടുണ്ട്, അതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അധികം ദൂരമൊന്നുമല്ല, സ്പോണൊന്നും അധികം ദൂരമൊന്നുമില്ല, അവിടെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇങ്ങോട്ട് ചാടി വെക്കാം. അവിടെ ഡ്രിപ്പ് സ്റ്റോൺ ഉണ്ടായിമ വിടാഞ്ഞാ മതി, അത്രേ ഉള്ളൂ. അയ്യോ ചത്തു. പോട്ടെ, ഇവിടെ അടുത്ത് തന്നെ. ഷേ, ഇതുവരെ ചത്തില്ലേന്നില്ല. കുഴപ്പമില്ല, ചാടി വെക്കാം. അയിമ വിഴാഞ്ഞാ മതി. കറക്റ്റ് ആ ഡ്രിപ്പ് സ്റ്റോണിന്റെ ആ ചെറിയ സാധനം ഇപ്പൊ അങ്ങനെ വീണ് പോയി നമ്മൾ. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങി നോക്കാം, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പണി പാട്. നമുക്ക് അങ്ങോട്ട് ഇവിടെ കയണുണ്ട് കേട്ടാ, അവിടെ കയണുണ്ട്. അങ്ങോട്ട് ചാടി വെക്കാം. അയ്യോ, അത് അങ്ങോട്ട് വീണു. ഈ സൈഡിലോട്ട് ചാടാം. ഓ, ഹൈമയ്ക്ക് വീഴാൻ നൈസ്. ആ ഡ്രിപ്പ് സ്റ്റോണിലേക്ക് വീണാൽ അപ്പൊ തന്നെ ചത്തു പോയി. ഇവിടുത്തെ എത്ര ഹാർട്ടാണെങ്കിലും ചത്തു പോകുന്നുണ്ട്. നല്ല ആർമർ, നമ്മളതിൽ തന്നെ ഒന്നുമില്ലല്ലോ, ആർമർ ഒന്നും എടുക്കാതെ വന്ന് ഈ ചെസ്റ്റ് പ്ലേറ്റും ഇതും ഇട്ടേക്കാം. നമുക്ക് മറ്റേ ബ്ലാക്ക് സ്മിത്തിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ രണ്ടും ഇട്ടേക്കാം. പിന്നെ നമുക്ക് അയൺ മൈൻ ചെയ്യണം. ഇവിടെ അടുത്ത് വേറെ അയൺ ഇതൊന്നുമില്ല. സോ നമുക്ക് എന്തായാലും അയൺ മൈൻ ചെയ്യാം എന്തായാലും. പിക്കാക്സ് അവിടെ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കേണ്ടി വരും. ഷീൽഡ് ഓക്കെ, ഇങ്ങനെ തന്നെ അല്ലേ ഉണ്ടാക്കുക? ഇങ്ങനെ തന്നെ ഞാൻ അയൺ വെച്ച് കൊടുക്കുക. നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കണം, നമുക്ക് ഓഫ് ഹാൻഡിൽ വെച്ചേക്കാം. ഓക്കെ, ഇനി പൊട്ടിച്ചിട്ട് നമുക്ക് മൈനിങ്ങിലോട്ട് പോവാം. സോ നിങ്ങൾ എന്തായാലും മൈനിങ് കണ്ടിട്ടോ. സോ ഗൈസ്, നമ്മൾ മൈനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം ചത്തും ചെയ്ത്. സോ ഗൈസ്, നമ്മൾ മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ചത്ത് ഇത് ഇവിടെ റീസ്പോൺ ആയിട്ടുണ്ട്. ഒന്നും കൂടി അത് എടുക്കാൻ പോവാണെങ്കിൽ അവിടെ അടിയിലാണ് നമ്മൾ വീണത് ഗൈസ്. ഇങ്ങോട്ട് പോകണ്ട തോന്നുന്നു, അവിടെ വെള്ളം എവിടെയോ കണ്ടിരുന്നു ഞാൻ. അതെ, അവിടെ വെള്ളം ഉണ്ട്. അങ്ങോട്ട് ചാടിയാൽ നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അവിടെയാണ് നമ്മൾ ചത്ത്. അവിടെ ഒരു സോംബി വന്നിട്ട് അടിച്ച്, അതിൽ നമ്മൾ ചത്ത്. ഇനി നമുക്ക് ഈ സാധനമൊക്കെ പെറിക്കുക. കുറെ ആയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു 40 അത്ര ആയാണ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒക്കെ എടുത്തേക്കാം നമുക്ക്. ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് നേരെ കയറാം. ഓക്കെ, നമുക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഫൈനലി മുകളിലെത്തി. അങ്ങനെ നമ്മളെല്ലാ സാധനവും കിട്ടി. സോ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ അയണൊക്കെ സെറ്റ് ആക്കി. നമുക്ക് സ്മെൽറ്റ് ചെയ്യാനുള്ള കുറച്ച് വുഡും കൂടി വേണ്ടി വരും. സോ നമുക്ക് അതും കൂടി ഒന്ന് കളക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ ആക്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ വുഡ് കുറച്ച് എടുത്തേക്കാം. നമ്മളത് കോളാകെ കുറച്ചുള്ളൂ, അതാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടാ വില്ലേജറിന്റെ മറ്റേ ഫാമിങ്ങിന്റെ സാധനമാണ് ഫുള്ള്. നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ അയൺ കുളത്തിനെയും കൂടി അടിച്ചിടാം ഇവിടെ.
കുറേ കാലമായി ഗൈസ് അയൺ ഗോളത്തിനൊക്കെ അടിച്ചിട്ടിട്ട്. എടാ ഇങ്ങോട്ട് വാടാ. പഴയ പോലെ അല്ല അയൺ ഗോളൊന്നും. പഴയ പോലത്തെ ഒരു ഇതില്ല. മറ്റേ അയ്യോ ഇവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഒരു ബ്ലോക്കും കൂടി വെക്കേണ്ടി വരും. വാ 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 വാ. എനിക്കറിയാം ഈ അവിടെ കയറും എനിക്കറിയാം. നമ്മൾ ഇപ്പോൾ അവിടെ ഒരു ബ്ലോക്കും കൂടി ഹൈറ്റിൽ വെച്ചില്ലെങ്കിൽ നമ്മളവിടെ കയറിയിട്ട് ഒറ്റ തട്ട് കിട്ടും, നമ്മൾ ചാവും. അയൺ ഗോളത്തിന്റെ കയ്യിൽ നിന്നും നമ്മൾ ചാവില്ല ഗൈസ് അങ്ങനെ. ഓക്കെ നമ്മൾ അവനെ കൊന്ന് ചത്ത് ഞങ്ങൾക്ക് ഇത് പൊട്ടിച്ചിട്ട് പറഞ്ഞു. ഗൈസ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ബേസ് ഉണ്ടാക്കണോ അതോ ഡയമണ്ട് ആർമർ സെറ്റ് ആക്കണോ നിങ്ങൾ പറയുക ഗൈസ്. പിന്നെ നമ്മളെ വീഡിയോയിൽ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സർപ്രൈസും കൂടി ഉണ്ടാവും. നമ്മളെ ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു ഇതുണ്ട് ഗൈസ്. നിങ്ങളെല്ലാവരും അപ്പോൾ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും നമ്മൾ ചെറിയ സംഭവം ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണിക്കാം. ഫസ്റ്റ് നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലാവ് എടുക്കാം. ഈ ലാവ് എടുത്തിട്ട് അതിലോട്ട് ഇടാം. ഓക്കെ, സോ പെട്ടെന്ന് സ്മെൽറ്റ് ആയിക്കോളും. പിന്നെ നമ്മൾ ബാക്കി ഒരു ലാവ ബക്കറ്റും കൂടി ഉണ്ട് അവിടെ. അത് നമ്മൾ ഇപ്പം എടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അയൺ ഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആവശ്യം വരും. അതിനെക്കൊണ്ട് നമ്മൾ അത് ഇപ്പം എടുക്കില്ല. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ചുറ്റി നോക്കാം. ഇവിടെ കുറേ വില്ലേജസ് ഉണ്ട്. ഇവരൊക്കെ ബെഡിലാക്കാൻ മറ്റേ രാത്രി ആകുമ്പോൾ അടച്ചിടേണ്ടി വരും. കാരണം ഇവിടെ വേറെ കോളം കൂടി സ്പോൺ ആയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ അടച്ചിടേണ്ടി വരും. കാരണം ഇവരൊക്കെ മറ്റേ സോംബിയായിട്ട് വന്ന് അടിച്ചാൽ ഫുള്ള് സീനാവും. പിന്നെ വേറെ വില്ലേജ് തപ്പി പോകേണ്ടി വരും. സ്മെൽറ്റായി നോക്കാം. ഓക്കെ, കാരണം കുറച്ചായില്ലേ. നമുക്ക് നമ്മളെ ചെസ്റ്റ് പ്ലേറ്റും ഉണ്ട്, ലെഗിൻസും ഉണ്ട്. നമുക്ക് ഇട്ടേക്കാം. നമുക്ക് ബൂട്ട് വേണം. ബൂട്ടും പിന്നെ ഹെൽമെറ്റും വേണം. പിന്നെ നമുക്ക് കുറച്ച് ഇത് വേണ്ടേ ഗൈസ്. ഓക്കെ, ഇത് മതി തോന്നുന്നു. അത് മതി, കറക്റ്റ് ഗൈസ്. സോ നമ്മൾ ഫുൾ ആർമർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്യാമറ മാറ്റിയിട്ട് കാണിച്ചു തരാം. അതാ ഫുൾ ആർമർ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് ഹെൽമെറ്റ്, ലെഗിൻസ് ഫുൾ ഇട്ട് ഗൈസ്. ഫുൾ ആർമർ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിനെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ലേസർ ശരിയല്ല കേട്ടാ. ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട്. എന്താ സംഭവം അറിയില്ല. നമ്മുടെ വീട്ടിലുള്ള ഫർണസ് ഉപയോഗിച്ചിട്ടാ തോന്നുന്നുണ്ട്. എന്തോ ഒരു ഇതുണ്ട്. ഉദ്ദേശം അത്ര ശരിയല്ല. എനിക്ക് ഈ സാധനം പൊട്ടിച്ചിടാം. ഇവരൊക്കെ ആവശ്യം ഉണ്ടാവും. കാരണം നമുക്ക് അയണ് ട്രേഡ് ചെയ്യാൻ അവര് നല്ല ആൾക്കാരാണ്. അതിനെ കൊണ്ട് നമുക്ക് ആവശ്യം വരും. ഇവരൊക്കെ ആവശ്യം വരും. കാരണം പിന്നെ നമുക്ക് അയൺ ഫാം ഉണ്ടാക്കുന്നു, അങ്ങനെ കുറെ സംഭവം ഉണ്ടല്ലോ, ഒക്കെ ഉണ്ടാക്കാണ്. ഇവിടെ ഒരു കുതിര ഉണ്ട് കേട്ടാ. നമ്മുടെ അടുത്ത് വീറ്റ് കുറച്ചുണ്ടാകാൻ ഈ വീറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുതിരേനെ ടൈം ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ടൈം ആവും. സോ നമുക്ക് ഇത് കൊടുത്തോക്കാം അവന്. ഓക്കെ, ടൈം യെസ്, ടൈം ആയി ഗൈസ്. നമുക്ക് എന്താ അച്ചീവ്മെന്റ്? ഫ്രണ്ട്സ് ഫോർ എവർ. ഓ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, അതെന്തായാലും നന്നായി ഗൈസ്. സോ ഗൈസ് നമുക്ക് എന്തായാലും കുതിരേനെ കിട്ടിയില്ല. എന്തായാലും നല്ലൊരു സംഭവം തന്നെയാണ്. ഇവന് എന്ത് പേര് ഉണ്ടെന്ന് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. ഇന്നത്തെ എപ്പിസോഡിലെ കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തെങ്കിലും ചെയ്യാൻ നെയിം ടാഗ് ഒക്കെ ഒപ്പിക്കാൻ പറ്റാൻ നമുക്ക് ഒപ്പിക്കാം. ഇതെന്താ സഫോക്കേറ്റ് ആയാ? ഡിസ്കണക്ട് ആക്കി നോക്കട്ടെ. എടാ നമ്മളെ ഹാർട്ട് കൊണ്ട് ഈ ഡിസ്കണക്ട് ആക്കിയിട്ട് ഒന്നും കൂടി കയറി വെക്കാം. ഓ, ഷിഫ്റ്റ് അടിച്ചോക്കട്ടെ. ഇറങ്ങാനും പറ്റില്ല. ഇറങ്ങി. അതെന്തോ അതിന്റെ ഉള്ളിലേക്ക് കയറി പോയതാണ്. എന്തോ ആണ്. നമ്മളെ ഇന്നത്തെ എപ്പിസോഡ് ഇതേ ഇവിടെ നിർത്താൻ സമയമായിട്ടുണ്ട്. നമുക്ക് കുറെ അയണും കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ് അതെ, ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ. സോ ഇവന്റെ പേരെന്തെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. സോ ഗൈസ് ഇതേ നമ്മള് ഇന്നത്തെ എപ്പിസോഡ് നിർത്താൻ സമയമായിട്ടുണ്ട്. നമ്മൾ കുറെ നേരം കളിച്ച് നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ അയൺ ആർമർ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഗൈസ് ഇതേ കുറെ അയൺ നമ്മളെടുത്തിട്ടുണ്ട്. സോ ഗൈസ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ അയൺ ഫാം എന്തെങ്കിലും സെറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ കമന്റിൽ പറയും എന്ത് സെറ്റ് ആക്കണമെന്ന്. അതോ വീട് ഉണ്ടാക്കണോ, ഡയമണ്ട് ആർമർ സെറ്റ് ആക്കണോ, അയൺ ഫാം ഉണ്ടാക്കണോ, നിങ്ങൾ പറയും ഗൈസ്. ഇതിൽ നല്ലൊരു എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം ഗൈസ്. ബൈ.